പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. വെടിനിർത്തൽ അംഗീകരിച്ച് ഇറാനും ഇസ്രയേലും. യുദ്ധലക്ഷ്യം നേടിയെടുത്തെന്ന് ഇസ്രയേൽ. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകിയെന്ന് ഇറാനും. ട്രംപിന് നന്ദി പറഞ്ഞ ഇസ്രയേൽ പ്രധാനമന്ത്രി. വെടിനിർത്തൽ ആദ്യം ലോകത്തെ അറിയിച്ചത് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ഖത്തർ ആക്രമണത്തിൽ താറുമാറായി വ്യോമഗതാഗതം. കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. എയർപോർട്ടുകളിൽ കുടുങ്ങിയ യാത്രക്കാർ. ഖത്തറിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ദുരിതത്തിലായത് ആയിരങ്ങൾ. സർവീസുകൾ പുനരാരംഭിച്ച് വിമാന കമ്പനികൾ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനം. വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചത് രാവിലെ. വൈകിട്ടോടെ വീട്ടുവളപ്പിൽ സംസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ സാമർഥ്യം ലോകം കണ്ടെന്ന് നരേന്ദ്രമോദി. ശത്രുവിനെ 22 മിനിറ്റിൽ നിഷ്പ്രഭമാക്കിയെന്നും പ്രധാനമന്ത്രി. ഗുരു ഗാന്ധി ചരിത്ര സമാഗമത്തിന്റെ ശതാബ്ദി ആഘോഷം ഡൽഹിയിൽ. ഓപ്പറേഷൻ സിന്ധു തുടരുന്നു. ഇസ്രയേലിൽ നിന്നുള്ള വിമാനങ്ങൾ എത്തുന്നു. VSന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. VSനെ കാണാനെത്തി മുഖ്യമന്ത്രി. പാണക്കാട്ടെത്തി മധുരം പങ്കിട്ട് ഷൌക്കത്ത്. നിലമ്പൂരിലെ വിജയത്തിന് ലീഗിന് നന്ദി. തോൽവി ചികഞ്ഞ് പരിശോധിച്ച് CPM. അൻവറിന് മുന്നിൽ വാതിൽ തുറക്കാതെ കോൺഗ്രസ് നേതാക്കൾ. ലീഡ്സിൽ ആവേശ പോരാട്ടം. ഒരു ദിവസം ശേഷിക്കെ ഇംഗ്ലണ്ടിന് ജയിക്കാൻ 350 റൺസ്. 10 വിക്കറ്റുകൾ ബാക്കി. വിശദമായ വാർത്തകൾ നോക്കാം. 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിനൊടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് തയ്യാറായി. അതേസമയം ഇസ്രയേലിൽ ഇറാൻ ഇന്ന് നടത്തിയ വ്യോമാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, വലിയൊരു ആശങ്കയിൽ നിന്ന് ലോകം ആശ്വാസത്തിന്റെ നെടുവീർപ്പുതിർക്കുകയാണ്. ഇന്നലെയൊക്കെ ആയപ്പോഴത്തേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു നാടകീയമായി വെടിനിർത്തലിലേക്ക് വഴിവെച്ചത്? ശ്രീജ, 12 ദിനരാത്രങ്ങൾ ഏറെ ആശങ്ക കൂടിയായിരുന്നു ലോകരാജ്യങ്ങൾ ഇതിനെ കാണുകയും ചെയ്ത്. ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്തിറങ്ങിയതിന് പിന്നാലെ ഇപ്പോൾ ഇരു രാജ്യങ്ങളിലും വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു. ഇനിയൊരു വയലേഷനും ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് രണ്ട് രാജ്യങ്ങളും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഏവരും ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു സംഘർഷം ഈ 12 ദിവസം തുടരുന്നത്? അതിൽ ഇറാൻ പറയുന്നത് ഒരു തരത്തിലുമുള്ള നാശനഷ്ടങ്ങൾ, അതായത് ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഉള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി, ഒപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിലൊന്നും തന്നെ വിജയിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഇസ്രായേൽ പറയുന്നത് ഓപ്പറേഷൻ ലയൺ അത് കൃത്യമായി വിജയത്തിലേക്ക് എത്തിക്കാൻ തങ്ങൾക്ക് സാധിച്ചു. ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വെടിനിർത്തലിന് തയ്യാറാകുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് ഈ സീസ് ഫയറിലേക്ക് വഴിവെച്ചതിലൂടെ ഇരു രാജ്യങ്ങളും നടത്തുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, അമേരിക്ക തന്നെ ഇതിൽ രംഗത്തിറങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് തന്നെയാണ്. അതായത് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയൊരു പ്രതിരോധം ഉണ്ടാകുമെന്ന് ഇരു രാജ്യങ്ങളും കരുതിയില്ലായിരുന്നു. തുടക്കത്തിൽ ഇസ്രായേലിന്റെ ആക്രമണം സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുണ്ടായിരുന്നു. പിന്നീട് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചതായിരുന്നുവെങ്കിൽ പിന്നീട് അത് എണ്ണപ്പാടങ്ങളിലേക്ക് അടക്കം കടക്കുന്ന നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ ഇറാന്റെ മറുപടി അത് വലിയ രീതിയിൽ കനത്തതായിരുന്നു. ഇസ്രായേലിന്റെ പല ജനവാസ മേഖലകളും കേന്ദ്രീകരിച്ച ഈ അയൺഡോമുകളെ പോലും
പോലും തകർത്തുകൊണ്ട് അകത്തേക്ക് കടക്കാൻ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സാധിക്കുകയും ചെയ്തു. അത് ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിക്കുകയും ചെയ്തില്ലായിരുന്നു. പിന്നാലെയായിരുന്നു അമേരിക്കയുടെ ഒരു ഇടപെടലുണ്ടാകുന്നത്. അമേരിക്ക കൂടി ഈ സംഘർഷത്തിന്റെ ഭാഗമാവുകയും 3 ആണവ കേന്ദ്രങ്ങളിൽ B-2 ബോംബർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുകയും ചെയ്തു. പക്ഷേ പിന്നാലെ അതിന് ഇറാൻ മറുപടി നൽകിയത് വലിയ കനത്ത രീതിയിലായിരുന്നു. ഇത്തരത്തിൽ ഖത്തറിലെ US സൈനിക താവളങ്ങൾ ആക്രമിച്ചുകൊണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇറാഖിലെ US സൈനിക താവളങ്ങൾ ആക്രമിച്ചുകൊണ്ടായിരുന്നു ഇതിന് ഇറാൻ മറുപടി നൽകുകയും ചെയ്ത് ഒടുവിൽ ഗത്യന്തരമില്ലാതെ അമേരിക്കയ്ക്ക് തന്നെ ഈ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടി വന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അങ്ങനെ ട്രംപിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ട്രംപ് പ്രഖ്യാപിക്കുന്നു 24 മണിക്കൂറിനുള്ളിൽ സീസ് ഫയർ നിലവിൽ വരും, വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തയ്യാറാകുമെന്നുള്ള ആ ഒരു പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ആദ്യം ഇറാന്റെ ഭാഗത്തു നിന്നായിരുന്നു ഈ വെടിനിർത്തലിന് സമ്മതം മൂളിക്കൊണ്ടുള്ള പ്രസ്താവന വരുന്നത്. അതിന് പിന്നാലെ ഇസ്രായേലിലേക്ക് ചില ആക്രമണങ്ങളും ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. ടെല്ലവീവിലും ഒപ്പം തന്നെ മറ്റ് തെക്കൻ ഇസ്രായേലിലും സമാനമായ രീതിയിലുള്ള ആക്രമണം, ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴും നമ്മൾ കരുതിയിരുന്നത് ഇതിനൊരു അയവുണ്ടാകില്ല. മറ്റ് ഇസ്രായേൽ അതുവരെയും ഒരു പ്രതികരണത്തിന് തയ്യാറാകാത്തതും ഇതുമൂലം തന്നെയാണ്. ഇനി ഇതിന്റെ മറുപടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഏവരും പ്രതീക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു സമാധാനം പുലരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള ഒരു നിമിഷത്തിലേക്ക് എത്തിയതിനു പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത്. സീസ് ഫയറിന് തയ്യാറാണ് എന്ന തരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം വരുന്നു. ഒപ്പം തന്നെ അവർ പറഞ്ഞു വെക്കുന്നു തങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കാൻ സാധിച്ചു. ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഓപ്പറേഷൻ ലയൺ ആ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതെന്നുള്ള ഒരു പ്രതികരണമായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തത്. അങ്ങനെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ട്രംപിന്റെ പ്രതികരണം ഇരു രാജ്യങ്ങളും തന്നോട് സമാധാനം വേണമെന്ന് ആവശ്യപ്പെട്ടു. താൻ ഇടപെട്ടു, ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ കഴിഞ്ഞു. എന്തായാലും ലോകത്തിനത് സമാധാനത്തിന്റെ വാർത്തയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്ത. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ ഇറങ്ങിയ അമേരിക്കയ്ക്കും ഇസ്രയേലിനും അപ്രതീക്ഷിത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഇസ്രയേലിന്റെ ജനവാസ മേഖലകളിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളെയും ആക്രമിച്ചായിരുന്നു ഇറാന്റെ മറുപടി. ഒടുവിൽ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് തന്നെ വെടിനിർത്തലിനായി രംഗത്തിറങ്ങേണ്ടി വന്നു. അതേസമയം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ഇറാന് ഏറ്റുവാങ്ങേണ്ടി വന്നതും കനത്ത നാശനഷ്ടമാണ്. ലോകരാജ്യങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ 12 ദിനങ്ങൾ. ഇരു രാജ്യങ്ങളിലുമായി നിരവധി പേർ കൊല്ലപ്പെട്ടു. പരുക്കേറ്റവരുടെ എണ്ണവും ഒട്ടും കുറവല്ല. നാശനഷ്ടങ്ങൾ വേറെയും. കൂടുതൽ പ്രഹരം ഏൽക്കേണ്ടി വന്നത് ഇറാന് തന്നെ. സൈനിക ആണവ കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ, സൈനിക മേധാവി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നിരവധി പേരെയും ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് നഷ്ടപ്പെട്ടു. ലോകത്തിലെ തന്നെ പേരുകേട്ട ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകളെ പോലും മറികടന്നായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം. ടെല്ലവീവിലും ഹൈഫയിലും ജെറുസലേമിലുമെല്ലാം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും നാശം വിതച്ചു. ഇറാനെ ഒറ്റയ്ക്ക് കീഴടക്കാൻ ഇസ്രായേലിന് ആകില്ലെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഒടുവിൽ നേരിട്ടിറങ്ങി. അപ്രതീക്ഷിത ആക്രമണത്തിൽ B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചു. ഇതോടെ ഇറാൻ കീഴടങ്ങുമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് തെറ്റി. ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചായിരുന്നു ഇറാന്റെ മറുപടി. ഒടുവിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. പിന്നാലെ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക്. സംഘർഷഭരിതമായ പശ്ചിമേഷ്യയിൽ ഇനി സമാധാനത്തിന്റെ നാളുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ വ്യോമഗതാഗതം താറുമാറായതോടെ വലഞ്ഞ യാത്രക്കാർ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 17ഉം കണ്ണൂരിൽ നിന്ന് 12ഉം തിരുവനന്തപുരത്ത് നിന്ന് 8 സർവീസുകളുമാണ് ഇന്ന് റദ്ദാക്കിയത്. വ്യോമപാത തുറന്നെങ്കിലും സർവീസുകൾ ഇപ്പോഴും സാധാരണ നിലയിലായിട്ടില്ല. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന്റെ അനന്തരഫലമായി കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഉൾപ്പെടെ റദ്ദ് ചെയ്യേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. അതേ തുടർന്ന് യാത്രക്കാർ നിരവധി പേരാണ് വലഞ്ഞത്. നിരവധി സർവീസുകളാണ് എയർ ഇന്ത്യയും ഇത്തിഹാദും ഇൻഡിഗോയും ഉൾപ്പെടെ നിരവധി സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിനൊപ്പം തന്നെ യാത്രക്കാർക്ക് വേണ്ട ഇൻഫർമേഷനോ നൽകാത്തതിൻ്റെ സാഹചര്യത്തിൽ
പലരും വലഞ്ഞു, പലരും വിമാനത്താവളത്തിൽ കുടുങ്ങി. ഇവിടെ എത്തിയ ശേഷം ഫ്ലൈറ്റ് റദ്ദായത് അറിഞ്ഞ ശേഷം വീണ്ടും പുതിയ അടുത്ത ചാർട്ട് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റിലേക്ക് ബുക്ക് ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. പലർക്കും അതിനുവേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യം. മാത്രമല്ല ഇതിനിടയിൽ ലഗേജ് സൂക്ഷിക്കൽ, ഭക്ഷണം കഴിക്കൽ, ഇതിനൊക്കെ താവളത്തിനുള്ളിലെ നിരക്ക് വളരെ വലുതായതിനാൽ ആ തുക കയ്യിൽ കരുതിയിട്ടില്ലാത്ത അവസ്ഥ പലർക്കുമുണ്ട്. അത് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്തായാലും യാത്രക്കാരെ അങ്ങേയറ്റം വലച്ചു എന്ന് തന്നെ വേണം പറയാൻ. ചില ആളുകൾ, അതായത് വിമാനം ക്യാൻസലായി ഇനി അടുത്തൊന്നും യാത്രയില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം തിരിച്ചു പോയവരുണ്ട്. നമുക്കറിയാം, കോയമ്പത്തൂരിൽ നിന്നും ഉംറയ്ക്ക് പോകാനായി ഇവിടെ എത്തിയ വലിയൊരു ടീം, അവർ ഇവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും അവരെ വാഹനം വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതായത് ഇനി 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വിമാന കമ്പനികൾ റീഇംബേഴ്സ് ചെയ്യുന്നത്. അതിനുശേഷമേ അവർക്ക് അടുത്ത യാത്രയെപ്പറ്റി ചാർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ, ചിന്തിക്കാൻ കഴിയുള്ളൂ. പലപ്പോഴും ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ അവരെ മാനസികമായി തളർത്തുന്ന സാഹചര്യം അതിനകത്തുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഏതൊക്കെ വിശ്വാസമായാലും അതിജീവനത്തിൻ്റെ ആയാലും ജോലിയുടെ പ്രശ്നമായാലും യാത്രയുടെ പ്രശ്നമായാലും ഒക്കെ ആളുകളെ അങ്ങേയറ്റം വലയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്നും 17 സർവീസുകളാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കണ്ണൂരിൽ നിന്നും അത് 12 തിരുവനന്തപുരത്തു നിന്നും 8 സർവീസുകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്നും നിരവധി വിമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഇൻഡിഗോ പല വിമാനങ്ങളും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്, പല സർവീസുകളും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം ഇത്തിഹാദ് കൃത്യമായ സമയത്ത് തന്നെ സർവീസുകൾ നടപ്പിലാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഇവിടെ നിന്ന് തന്നെ നമ്മൾ വന്നതിന് ശേഷം 2 വിമാനങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ എയർ ഇന്ത്യയുടെ വിമാനം ചാർട്ട് ചെയ്ത സമയം റദ്ദാക്കുമ്പോൾ അടുത്ത് തുടർന്നുണ്ടായിരുന്നു 9:15 ഇത്തിഹാദ് ഉണ്ടായിരുന്നു. ഇത്തിഹാദിൽ സർവീസ് ഉണ്ടായിരുന്നു, അതിന് പോയ ആളുകളുണ്ട്. ഇപ്പോൾ മറ്റൊരു സർവീസും പുറപ്പെട്ടിട്ടുണ്ട്, അതിനും പോയ ആളുകൾ ഉണ്ട്. നിരവധി പേര് അങ്ങനെ യാത്ര റീഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വിമാന കമ്പനികൾ ഏത് തരത്തിലാണ് ഇവരെ യാത്രക്കാരെ അല്ലെങ്കിൽ ഇവരുടെ കസ്റ്റമേഴ്സിനെ അനുനയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇത്ര നേരമായിട്ട് വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ശോചനീയമായ അവസ്ഥയാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ഇന്നലെ പ്രവർത്തനം താറുമാറായ ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. വിമാന സർവീസുകൾ പുനരാരംഭിച്ചെങ്കിലും ഇന്നലെ യാത്ര മുടങ്ങിയവർ ഇപ്പോഴും വിമാനത്താവളത്തിലുണ്ട്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ പ്രധാന ട്രാൻസിറ്റ് എയർപോർട്ട് കൂടിയായതിനാൽ വലിയ തിരക്കാണ് വിമാനത്താവളത്തിൽ അനുഭവപ്പെടുന്നത്. ആളുകൾ ബോർഡിംഗ് പാസിനായി മണിക്കൂറുകളോളം ക്യൂവിൽ തന്നെ തുടരുകയാണ്. ഇതിൽ നിരവധി മലയാളികളുമുണ്ട്. ഇന്നലെ ദോഹ വിമാനത്താവളത്തിൽ കുടുങ്ങിയ ഗോപിനാഥ് മുതുകാട് ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തുമെന്ന് അറിയിച്ചു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി 26 മലയാളികൾ കൂടി തിരിച്ചെത്തി. 14 പേർ ഇറാനിൽ നിന്നും 12 പേർ ഇസ്രയേലിൽ നിന്നുമാണ് മടങ്ങിയെത്തിയത്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, എറണാകുളം, കൊല്ലം ജില്ലകളിൽ നിന്നുള്ളവരാണ് മടങ്ങിയത്. ഇസ്രയേലിൽ നിന്ന് 2 വിമാനങ്ങളിലായി 326 പേരാണ് ഇന്ന് ഡൽഹിയിലെത്തിയത്. ഇറാനിൽ നിന്ന് 292 പേരെയും ഇന്ന് ഡൽഹിയിലെത്തിച്ചു. ഇതുവരെ 2500-ലധികം പൗരന്മാരെയാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് യാത്രാമൊഴി നൽകി ജന്മനാട്. പൊതുദർശനം പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിൽ തുടരുകയാണ്. നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായ ആ ദുരന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു രഞ്ജിത. നേഴ്സ് എന്ന നിലയിൽ ബ്രിട്ടനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവധി നീട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇടയ്ക്ക് ഇവിടെ വന്ന് സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അവധി നീട്ടിയെടുത്ത ശേഷം വീണ്ടും ബ്രിട്ടനിലേക്ക് മടങ്ങിയത്. ആ മടക്കയാത്രയാണ് ഈ ദുരന്തത്തിൽപ്പെടാൻ ഇടവന്നത്. അങ്ങേയറ്റം വേദനാജനകവും ദുഃഖകരവുമായ ഒരു വാർത്ത നമ്മളെല്ലാം കേട്ടു. ഇപ്പോൾ ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയുള്ള ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയാണ് എത്തിച്ചേർന്നത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി പുല്ലാട് നിന്ന്. ശ്രീജിത്ത്, പൊതുദർശനം പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. ഇനി വീട്ടിലേക്കാണോ? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? ശ്രീജ, മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു. ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിലാണ് മറ്റ് ചടങ്ങുകളെല്ലാം ഉള്ളത്. ഏതാണ്ട് രാവിലെ 9:30 തുടങ്ങിയ പൊതുദർശനമാണ്. അതിപ്പോഴാണ് സമാപിക്കുന്നത്.
ഇതുവരെ നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുദർശനം 2 മണി ആദ്യം 1:30 വരെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ അതിന് കുറച്ച് മുൻപ് അങ്ങ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന് ഒരു കാരണം ഈ മഴ കൂടി ഇപ്പോൾ പെയ്യാൻ തുടങ്ങിയതാണ്. എന്തായാലും വീട്ടിലാണ് ചടങ്ങുകൾ. പരമാവധി അവിടെ നിയന്ത്രണങ്ങൾ കുടുംബം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊതുദർശനം സ്കൂളിൽ എന്ന നിലയിലാണ് ഈ കുടുംബം അറിയിച്ചിരുന്നത്. എന്തായാലും 4:30 അന്തിമോപചാര അതായത് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. മകനും മകളും ഒക്കെ വീട്ടിലാണുള്ളത്. അവർ രാവിലെ മുതൽ കാത്തിരിപ്പിലാണ്. അവരാരും ഇവിടേക്ക് എത്തിയിട്ടില്ല. സഹോദരങ്ങൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സഹകരണ മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ കുടുംബത്തിന്റെ മറ്റു കാര്യങ്ങൾ തുടർ നടപടികൾക്ക് വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും എന്ന നിലപാടെടുത്തത്. എന്തായാലും പൊതുദർശനം പൂർത്തിയായി. മൃതദേഹം വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വീട്ടിലേക്ക്. വൈകാതെ വീട്ടിലേക്ക് മൃതദേഹം എത്തും. ശ്രീജ. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട തിരുവല്ലയിലെ പുല്ലാട് നിന്ന്. പാണക്കാട്ടെത്തി പച്ചലഡു പങ്കിട്ട് നിലമ്പൂരിലെ വിജയത്തിന് നന്ദി പറഞ്ഞ ആര്യാടൻ ഷൌക്കത്ത്. നിലമ്പൂരിൽ ലീഗായിരുന്നു പ്രചാരണത്തിന് തുടക്കമിട്ടതെന്നും അതിന് നന്ദിയുണ്ടെന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു. കേരളത്തെ വീണ്ടെടുക്കാനുള്ള യാത്രയുടെ തുടക്കമാണ് ഇതെന്നായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ആര്യാടൻ ഷൌക്കത്ത് ആദ്യം സന്ദർശിച്ചത് പാണക്കാടാണ്. ഏറനാട് MLA PK ബഷീറിനൊപ്പമായിരുന്നു ഷൌക്കത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തിയത്. മഞ്ചേരി MLA UA ലത്തീഫും ജില്ലയിലെ പ്രധാന ലീഗ് നേതാക്കളും ആര്യാടൻ ഷൌക്കത്തിനെ സ്വീകരിച്ചു. പച്ച ലഡു പങ്കിട്ടായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആര്യാടൻ ഷൌക്കത്തിനെ അഭിനന്ദിച്ചത്. കൂട്ടായ്മയുടെ വിജയമാണ് നിലമ്പൂരിലേതെന്നും കേരളത്തെ വീണ്ടെടുക്കാനുള്ള യാത്രയുടെ തുടക്കമാണിതെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇതൊരു കൂട്ടായ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു വിജയമാണ്. കൂട്ടുത്തരവാദിത്വം അതാണ് അവിടെ വിജയിച്ചത്. ഓരോരുത്തരും ഏൽപ്പിച്ചത് അത് ഭംഗിയായി നിർവഹിച്ചു. അതിന്റെ ഫലം നമുക്ക് ആ പോളിംഗ് ദിനത്തിൽ കാണുവാൻ സാധിച്ചു. ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിന്റെ ഒരു വികാരമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നമുക്ക് കാണുവാൻ കഴിയും. പാണക്കാടുമായുള്ള ദീർഘകാലത്തെ ആത്മബന്ധം പറഞ്ഞുകൊണ്ടായിരുന്നു ഷൌക്കത്തിന്റെ പ്രതികരണം. മുൻപ് കുഞ്ഞാക്കയും കുഞ്ഞാപ്പയുമായിരുന്നു മലപ്പുറത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയിരുന്നത്. കുഞ്ഞാക്ക ഇല്ലെങ്കിലും കുഞ്ഞാപ്പ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നിൽ നിന്നു. മുസ്ലിം ലീഗിന് നന്ദി. എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാൽ തീരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിന് കുഞ്ഞാക്കയില്ല. ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. മലപ്പുറം സിവിൽ സ്റ്റേഷന് മുമ്പിലെ ആദിവാസി ഭൂസമര പന്തലിലും ആര്യാടൻ ഷൌക്കത്ത് സന്ദർശനം നടത്തി. നിലമ്പൂരിലെ എല്ലാ പഞ്ചായത്തുകളിലും റോഡ് ഷോ നടത്തി പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ഷൌക്കത്തിന്റെ വിജയാഘോഷം. ന്യൂസ് 18 മലപ്പുറം. നിലമ്പൂരിലെ മിന്നും ജയത്തോടെ പാർട്ടിക്കും മുന്നണിക്കുമുള്ളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് VD സതീശൻ ക്യാമ്പ്. അതേസമയം അൻവറിനെ നിസ്സാരമായി എഴുതിത്തള്ളിയതിന് കൊടുക്കേണ്ടി വന്ന വില ചെറുതല്ല എന്ന നിലപാടിലാണ് മറുവിഭാഗം. നിലമ്പൂർ വിജയത്തോടെ UDF-ൽ ലീഗ് നേതൃത്വത്തിന്റെ പ്രസക്തിയുമേറുകയാണ്. വെള്ളിയാഴ്ച ചേരുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചൂടേറിയ വാദങ്ങൾക്കാവും കളമൊരുങ്ങുക. നിലമ്പൂരിൽ അടിപതറിയാൽ മുന്നണി ബന്ധം തന്നെ ശിഥിലമാകുന്ന രാഷ്ട്രീയ സാഹചര്യം. UDF-നുള്ളിലെ ലീഗിന്റെ അപ്രമാദിത്വത്തിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരാനിടയുള്ള വിമർശനങ്ങൾ വേറെ. നിലമ്പൂരിൽ ജയം ഉറപ്പാക്കേണ്ടത് ലീഗിന് മുമ്പിൽ അനിവാര്യതയായി മാറിയത് ഈ സാഹചര്യത്തിലാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗിന്റെ താൽപര്യം തടയപ്പെട്ടെങ്കിലും ഷൌക്കത്ത് വിരുദ്ധരെ അനുനയിപ്പിക്കാൻ PK കുഞ്ഞാലിക്കുട്ടി നടത്തിയ തന്ത്രപരമായ ഇടപെടലാണ് നിലമ്പൂരിൽ UDF-ന് അനുകൂലമായി മാറിയതെന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ അഭിപ്രായപ്പെടുന്നു. അൻവർ 5000 മുതൽ 7000 വരെ വോട്ടുകൾ മാത്രമേ പിടിക്കൂവെന്നായിരുന്നു കോൺഗ്രസ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അൻവർ പിടിച്ച വോട്ടുകൾ 19,700-ലേറെ ആയതോടെ അദ്ദേഹത്തെ ഒപ്പം നിർത്തേണ്ടിയിരുന്നതിന്റെ അനിവാര്യത വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ അടുത്ത ദിവസം ചേരാനിരിക്കുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അൻവർ വിഷയത്തിൽ നേതാക്കൾക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നത
ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് സൂചന. PV അൻവർ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം 25,000 കടക്കുമായിരുന്നെന്ന രമേശ് ചെന്നിത്തലയുടെയും K മുരളീധരന്റെയും K സുധാകരന്റെയും പ്രതികരണങ്ങളോട് മറുചേരി കടുത്ത അമർഷത്തിലാണ്. അൻവറിന്റെ വിലപേശലിന് വഴങ്ങേണ്ടതില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം PV അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും കടുത്ത വിയോജിപ്പിലും. അതിനിടെ നിർണായക ഘട്ടത്തിൽ സതീശനെടുത്ത നിർണായക തീരുമാനമാണ് നിലമ്പൂരിൽ ത്രസിപ്പിക്കുന്ന ജയം സമ്മാനിച്ചതെന്നാണ് VD പക്ഷത്തിന്റെ വാദം. അൻവറിനെതിരെ പരസ്യ നിലപാടെടുത്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറുമായി രഹസ്യ കൂടിക്കാഴ്ചയ്ക്കെത്തിയതിന് പിന്നിൽ ഒരു മുതിർന്ന നേതാവിന്റെ ഇടപെടലുണ്ടായെന്ന നിലപാടിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. യുവ നേതാക്കളുടെ റീൽസ് പ്രചാരണ രീതികളും രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയേക്കുമെന്നാണ് സൂചന. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങൾക്ക് നിലമ്പൂർ വിജയം UDF ക്യാമ്പിൽ ആവേശം പകരുമെന്ന് ഉറപ്പാണെങ്കിലും വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്ന ചോദ്യത്തിന് ലീഗും കോൺഗ്രസും ഒരേ ഉത്തരം നൽകാനുള്ള സാധ്യത നന്നേ കുറവ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പരിശോധനയിലേക്ക് ഇടതുമുന്നണിയും കടക്കുകയാണ്. തന്ത്രങ്ങൾ പിഴച്ചത് എവിടെയാണെന്നും ഭരണവിരുദ്ധ വികാരത്തിന്റെ ആക്കം എത്രയെന്നുമുള്ള വിലയിരുത്തലുണ്ടാവും. നാളെ മുതൽ 3 ദിവസം CPM നേതൃയോഗം നടക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തി ജനങ്ങൾ വോട്ട് ചെയ്യും. ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന ആത്മവിശ്വാസം നിറഞ്ഞ സമീപനമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇടതുമുന്നണി നേതാക്കളുടേത്. കനത്ത തിരിച്ചടി ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവല്ലേ എന്ന ചോദ്യത്തിന് നേതൃത്വം മറുപടി പറയേണ്ടി വരും. തുടർ ഭരണത്തിൽ തുടർച്ചയെന്ന പ്രതീതി ഓരോ ദിവസവും ശക്തമാക്കിയാണ് ഇടതുമുന്നണി മുന്നോട്ടു പോയിരുന്നത്. നിലമ്പൂർ പരാജയം അതിന് തടയിടും. സർക്കാരിന്റെ തകർച്ചയുടെ തുടക്കമെന്ന പ്രചരണം UDF ശക്തമാക്കും. ഇത് മറികടക്കുക എന്നതും ഇടതുമുന്നണി നേതൃത്വത്തിനു മുന്നിലുള്ള വെല്ലുവിളിയാണ്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത ദിവസം സംസ്ഥാന സമിതിയും ചേരും. പരാജയ കാരണങ്ങളെക്കുറിച്ചുള്ള ഇഴകീറി പരിശോധനയുണ്ടാകും. ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടിൽ പ്രതിരോധത്തിലായിരുന്ന കോൺഗ്രസിനെ രക്ഷിച്ചത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS ബന്ധ പരാമർശമായിരുന്നു. ഇതിൽ കടുത്ത അതൃപ്തി CPMലുണ്ട്. പാലക്കാട്ട് AK ബാലനും NK കൃഷ്ണദാസുമായിരുന്നു നാവുപിഴകളിലൂടെ CPMനെ പ്രതിരോധത്തിലാക്കിയത്. നിലമ്പൂരിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. സംസ്ഥാന സെക്രട്ടറിയുടെ അപക്വ പരാമർശത്തിൽ നേതൃയോഗങ്ങളിൽ കടുത്ത വിമർശനം ഉയർന്നേക്കാം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ കാര്യത്തിൽ UDFനോട് പിടിച്ചു നിൽക്കാൻ ഇടതുമുന്നണിക്കാകുന്നില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവർ CPMലുണ്ട്. രാഷ്ട്രീയമായ അനുകൂല സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള പ്രാഗൽഭ്യം നേതൃത്വത്തിന് ഇല്ലാതെ പോകുന്നു എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. ഈ ന്യൂനതകൾ മറികടക്കാനുള്ള ചർച്ചകളും നേതൃയോഗങ്ങളിൽ ഉണ്ടായേക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവും തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. നിലമ്പൂരിലെ LDF തോൽവിയുടെ കാരണം പരിശോധിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി ഇൻചാർജ് E. ജയൻ. 66,000-ൽ പരം വോട്ട് നേടാൻ കഴിഞ്ഞത് നിസ്സാരമല്ല. അൻവർ വോട്ട് പിടിച്ചോ എന്ന് പരിശോധിക്കും. തോറ്റെങ്കിലും ആത്മവിശ്വാസം തരുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും E. ജയൻ പറഞ്ഞു. വോട്ട് ചോർച്ച എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ബേസ് വോട്ടിലൊരു ചോർച്ച ഉണ്ടായില്ല. പാർട്ടി നേതാക്കന്മാർ മുഴുവൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 66,000-ൽ പരം വോട്ട് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായൊരു വോട്ടല്ല. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വളരെയധികം തകർച്ച നേരിട്ടിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. 30%, 30,028-ൽ പരം വോട്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. അതിന് വളരെ വേഗം പാർട്ടി റിക്കവർ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2019-ലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ശേഷം പാർട്ടിക്ക് അതേപോലെ തന്നെയാണ് തിരിച്ചു വരാൻ കഴിഞ്ഞത്. അതിനേക്കാൾ വേഗത്തിൽ ഇതൊരു മലപ്പുറം ജില്ലയിലെ ഒരു നിയോജക മണ്ഡലമുള്ളൂ. അപ്പോൾ ആ നിയോജക മണ്ഡലത്തിനകത്ത് പോലും വളരെ വേഗത്തിൽ പാർട്ടി തിരിച്ചു വരുന്നുണ്ടെന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. എന്നാലും തിരിച്ചടികളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഫലത്തെ സംബന്ധിച്ച് വളരെ താഴെ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ പോയി. എങ്ങനെ ഇത്തരത്തിലുണ്ടായിട്ടുള്ള ഞങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത്. പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ്. എന്നാലും അടിസ്ഥാനപരമായി നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. മരുന്നുകളോട് VS പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് VS അച്യുതാനന്ദനെ സന്ദർശിച്ചു. പട്ടം SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. കാർഡിയോളജിസ്റ്റും ന്യൂറോളജിസ്റ്റും ഉൾപ്പെട്ട വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് VSനെ ചികിത്സിക്കുന്നത്. രാവിലെ 11 മണിയോടെയായിരുന്നു പിണറായി വിജയൻ VSനെ സന്ദർശിക്കാനെത്തിയത്. VSന്റെ കുടുംബത്തോടും
ഡോക്ടർമാരോടും മുഖ്യമന്ത്രി ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇന്നലെ രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വിഎസിനെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2019 മുതൽ അനാരോഗ്യത്തെ തുടർന്ന് വിശ്രമത്തിലാണ് വിഎസ്. ന്യൂസ് 18 തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ച ഇന്നും പ്രസക്തവും പ്രചോദനവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിനും സ്വതന്ത്ര ഇന്ത്യ എന്ന സ്വപ്നത്തിനും കൂടിക്കാഴ്ച അർത്ഥം നൽകി. ഗുരുദേവൻ നിലകൊണ്ടത് സമത്വത്തിനു വേണ്ടിയാണെന്നും ശതാബ്ദി ആഘോഷം ഡൽഹി വിജ്ഞാൻ ഭവനിൽ ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദി പറഞ്ഞു. उन बुराइयों के खिलाफ बोलने से डरते थे, लेकिन श्री नारायण गुरु ने विरोध की परवाह नहीं की. वो कठिनाइयों से नहीं डरे, क्योंकि उनका विश्वास समरसता और समानता में था. उनका विश्वास सत्य, सेवा और सौहार्द में था. यही प्रेरणा हमें सबका साथ सबका विकास का रास्ता दिखाती है. यही विश्वास हमें उस भारत के निर्माण के लिए ताकत देता है जहां अंतिम पायदान पर खड़ा व्यक्ति हमारी पहली प्राथमिकता है. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണ്ണവില 22 കാരറ്റ് ഗ്രാമിന് 9,155 രൂപ, പവന് 73,240 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 7,540 രൂപ, പവന് 60,320 രൂപ. വെള്ളി ഗ്രാമിന് 119 രൂപ, കിലോഗ്രാമിന് 1,19,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രാദേശിക വാർത്തകളും വിശേഷങ്ങളുമായി സകലമാന കേരളത്തിൽ ദിൽനജീർ.